വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ ഫേവറേറ്റ് ആയ ഒരാളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇത് പോകുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോയെങ്കിലും ചെറിയൊരു വിഷമിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. കാരണം ഇനി ഒരു വർഷത്തേക്ക് അവൾ ഇന്റേൺഷിപ്പിന് പോവാണ് ഗുജറാത്തിൽ. സോ അവൾ എന്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യും. ഇനി ആരാണ് ആ കഥാപാത്രം എന്ന് കാണണ്ടേ? ഇതാണ് കീർത്തന, ഞങ്ങളുടെ സ്വന്തം കിത്തു. ജ്യൂസൊക്കെയായിട്ടുള്ള അവളുടെ വരവ് കണ്ടപ്പോൾ ഒരു പെണ്ണ് കാണുന്ന സിറ്റുവേഷൻ ആട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അത് പറഞ്ഞതിന്റെ നാണമാണ് മുഖത്ത് കാണുന്നത്. വന്നപ്പോൾ ഞങ്ങൾ അച്ഛനോട് കുറെ സംസാരിച്ചിരുന്നു. പിന്നെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് എല്ലാരെയും കുട്ടി പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. എല്ലാവരെ പറ്റി വീട്ടിൽ പോയി സംസാരിക്കാറുള്ളത് കൊണ്ട് തന്നെ ആളറിയില്ലെങ്കിലും അമ്മയ്ക്ക് എല്ലാവരുടെ സ്വഭാവം നന്നായിട്ട് അറിയായിരുന്നു. ഇനി ഒട്ടും വൈകിക്കാതെ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. ഹോസ്റ്റലേഴ്സിന് വീട്ടിലെ ഫുഡ് കണ്ടുകഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ സന്തോഷാട്ടോ. അതും ഇത്രയും വിഭവങ്ങൾ. ചിക്കൻ ബിരിയാണിയുടെ ഒപ്പം തന്നെ ചിക്കൻ ഫ്രൈ, ചമ്മന്തി, 2 ടൈപ്പ് സാലഡ്, 2 ടൈപ്പ് അച്ചാർ, പപ്പടം എല്ലാം കൂടി ആയപ്പോ അടിപൊളി ഫുഡ്. കോഴിക്കോട് വന്നിട്ട് ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല ബിരിയാണി തന്നെ എനിക്ക് തോന്നിപ്പോയി. ഗ്യാസിന്റെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്ന സമയത്താണ് ഞാൻ അവിടെ പോയെങ്കിലും ഫുഡിന് മാത്രം ഒരു കോംപ്രമൈസും വരുത്തിയില്ല കേട്ടോ. ഇബ്രാഹിം വളരെ നേരത്തെ വന്നുകൊണ്ട് അവന് കമ്പനി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചേരോട് വെയിറ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഏറെ വിഴുങ്ങിയ പാമ്പിനെ പോലെ ആയിരുന്നു എല്ലാവരും. മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേർക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നുണ്ട്. അവരാദ്യം, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കളിയും ചിരിയും വർത്താനങ്ങളൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് നല്ല ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിച്ചിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാനേ ഞാൻ വിട്ടുപോയി. ഞാനിനി വീഡിയോയിൽ ഇല്ലാത്തതിന്റെ സങ്കടം എനിക്ക് വരണ്ടല്ലോ എന്ന് കരുതി എന്നെ കാര്യമായിട്ട് സൂം ചെയ്തെടുത്തിട്ടുണ്ട്. സാരമില്ല, എന്റെ വീഡിയോസ് വല്ലപ്പോഴെങ്കിലും എന്റെ മുഖം ഒന്ന് കാണുന്നത് നല്ലതല്ലേ. ഞങ്ങളുടെ അടുത്ത ഇരയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫിൻ ഖാൻ ആയിരുന്നു. ചെക്കൻ എവിടെ കണ്ടാലും എല്ലാവർക്കും കൂടിയിട്ട് ഒന്നും വാരിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അവരുടെ വീട്ടിൽ നിന്ന് വെറും 10 മിനിറ്റ് ദൂരെ ഹൈലൈറ്റ് മാളിലേക്കുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. വന്നപ്പോൾ എന്റെ ഫുൾ കോൺസെൻട്രേഷനും ഫുഡിലായി പോയി. തിരിച്ചിറങ്ങിയപ്പോഴാണ് അമ്മയുടെ ചെടിയുടെ കളക്ഷൻസ് ഒക്കെ കണ്ടത്. നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ചെടികളെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന എനിക്കിപ്പോ ചെടി കണ്ട ആക്രാന്താണ്. വീടിയുടെ തൊട്ടടുത്തല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അതിനൊക്കെ വെറുതെ വിട്ടു. എനിക്ക് ഇത് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കാണാനൊരു പ്രതീക്ഷയിൽ അച്ഛനോടും അമ്മയുടെ ഒക്കെ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൈലൈറ്റിലേക്ക് വിട്ടു.